ജീവിതത്തിൽ എങ്ങനെയെങ്കിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. ശരിയല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് വിജയിക്കണം, അധ്വാനിച്ച് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഒന്ന് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. പലപ്പോഴും ജീവിതത്തിൽ അധ്വാനിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ, കഷ്ടപ്പെടാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ, എങ്ങനെയെങ്കിലും വിജയിക്കണമെന്ന ആഗ്രഹത്തോടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒത്തിരിയേറെ കുത്തുവാക്കുകളും ഒത്തിരിയേറെ പരാജയങ്ങളും ഏറ്റുവാങ്ങുന്നവരാണ് നമ്മളിൽ പലരും. ഈ പരാജയങ്ങളും കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? ഇനി ഇത് വേണ്ട, അത് ശരിയാകത്തില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്ത ശരിയാകത്തില്ല. ചിലപ്പോൾ ഒരു 10 പ്രാവശ്യമൊക്കെ കഷ്ടപ്പെടുന്നുണ്ടാകാം. ഒത്തിരിയേറെ ഇന്റർവ്യൂവിന് പോയിട്ടും ജോലി കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? എന്നെ കൊണ്ട് പറ്റില്ല, എത്ര ഇന്റർവ്യൂവിന് പോയേ, അതിനെ കണക്കും പിടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടും ഒരു ജോലിയിൽ വിജയം വരിക്കാതിരിക്കുമ്പോൾ, OET പരീക്ഷ എഴുതിയിട്ട് വിജയം കിട്ടാതിരിക്കുമ്പോൾ 2-3 പ്രാവശ്യം എഴുതി, കിട്ടുകയില്ല, ഇനി അത് വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല, പരീക്ഷ ഞാൻ പാസ്സാകില്ല. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. ശരിയല്ലേ? ചെറിയ ചെറിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ഒത്തിരിയേറെ ജീവിതത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ? തോറ്റുകൊടുക്കരുത്. നിങ്ങളുടെയാണ് ജീവിതം. പലർക്കും പറഞ്ഞ് ചിരിക്കാനുള്ളൊരു വകയായി മാത്രം നിങ്ങൾ മാറരുത്. കാണിച്ചു കൊടുക്കണം ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണമെന്ന്, എങ്ങനെ കഷ്ടപ്പെടണമെന്ന്. പരാജയങ്ങൾ ഉണ്ടാകും, തോൽവികൾ ഉണ്ടാകും, വർഷങ്ങളോളം ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും, ഒത്തിരി പരീക്ഷകൾ എഴുതേണ്ടി വരും, ഒത്തിരിയേറെ അധ്വാനിക്കേണ്ടി വരും. എന്നാലാണ് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് വിജയിച്ചവരാണ്, ഒത്തിരിയേറെ അധ്വാനിച്ചിട്ട് വിജയിച്ചവരാണ്, ഒത്തിരിയേറെ കുത്തുവാക്കുകൾ കേട്ടിട്ട് വിജയിച്ചവരാണ്. ആരും അധ്വാനിക്കാതെയും കുത്തുവാക്കുകൾ കേൾക്കാതെയും വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, അധ്വാനിക്കുക, കഷ്ടപ്പെടുക, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുക, എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിലെ വിജയമുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. ഒരിക്കലൊരു കൽപ്പണിക്കാരൻ വലിയൊരു പാറക്കഷ്ണം പൊട്ടിക്കാൻ പോവാ. കൂടം കൊണ്ട് 1 അടിച്ചു, 10 അടിച്ചു, പാറക്കഷ്ണം പൊട്ടിയില്ല. 11ാമത്തെ അടിയിലാണ് പാറക്കഷ്ണം പൊട്ടുന്നത്. അതിനർത്ഥം 10 അടിയും വെറുതെയായി പോയി എന്നല്ല, 11 അടി വേണ്ടി വന്നു ആ പാറക്കഷ്ണം പൊട്ടിക്കാൻ എന്നുള്ളതാണ്. 10 അടിയും സുനിശ്ചിതമാണ്. ആ 10 അടിയുള്ളത് കൊണ്ടാണ് 11ാമത്തെ അടിയിൽ പാറകഷ്ണം പൊട്ടുന്നത്. അതിനർത്ഥം 10 അടിയും വെറുതെയായി എന്നല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പരിശ്രമിക്കുന്നതൊന്നും വെറുതെയല്ല, ഞാൻ കഷ്ടപ്പെടുന്നതൊന്നും വെറുതെയല്ല. തോൽവികൾ ഉണ്ടാകാം, പോരായ്മകൾ ഉണ്ടാകാം, കുറവുകൾ ഉണ്ടാകാം, പരിഹാസങ്ങളും കുത്തുവാക്കുകളും കേൾക്കുന്നുണ്ടാകാം. എങ്കിലും ചിന്തിക്കണം, ഞാൻ പരിശ്രമിക്കുന്നതും ഞാൻ തോൽക്കുന്നതും എൻ്റെ വിജയത്തിൻ്റെ ഉള്ള ഓരോ പടികളാണ്. ആ പടികൾ കയറുവാൻ, ഒത്തിരിയേറെ പരിശ്രമിക്കുവാൻ, ഒത്തിരിയേറെ കഷ്ടപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഓർത്തിരിക്കണം, കഷ്ടപ്പെടുന്നവനും അധ്വാനിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ഉള്ളതാണ് ജീവിതത്തിലെ വിജയം. ആ വിജയം നേടുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ. ദൈവം കൂടെ ഉണ്ടാകട്ടെ.